ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. 12.1 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിലെ ചോദ്യം ഇതാണ്, മിനിമൈസ് ചെയ്യാനാ ചോദ്യം. മിനിമൈസ്. നേരത്തെ നമ്മൾ എന്തായിരുന്നു ചോദ്യം? മാക്സിമൈസ് ചെയ്യാനായിരുന്നു ചോദ്യം. അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് അവർ ചോദിച്ചേക്കുന്നത് മിനിമൈസ് ചെയ്യാനാണ്. അപ്പോ ഈ മിനിമൈസ് ചെയ്യുന്ന ഇത് z = -3x + 4y ആണ്. അതിന്റെ കുറച്ച് കൺസ്ട്രെയിൻസ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ തന്നെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് അവർ തന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് ടാബുലർ കോളം വരയ്ക്കേണ്ടി വരും. അതുപോലെ x > 0 y > 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഏത് ക്വാഡ്രന്റിലായിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇക്വേഷൻസ് എഴുതുക. എന്തൊക്കെയാ? x + 2y ഇനീക്വാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കി എഴുതുക. a = 8. അതുപോലെ തന്നെ രണ്ട് ടേബിൾ ഇവിടെ രണ്ട് ടാബുലർ കോളം ഇവിടെ സൈഡ് ബൈ സൈഡ് ആയിട്ട് തന്നെ എഴുതാവേ. 2y = എന്താ? 12. ഓക്കെ, അപ്പം നമ്മൾ ടേബിള് ഇവിടെ വരച്ചിടുക. എന്നിട്ട് വാല്യൂസ് എല്ലാം എൻ്റർ ചെയ്യാം. രണ്ട് ടേബിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് വാല്യൂസും വേണം. അതുപോലെ തന്നെ വരച്ചിടുക. ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ എൻ്റർ ചെയ്യാം. അപ്പൊ ആദ്യം ഞാനിവിടെ എക്സ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ വൈ മാർക്ക് ചെയ്യുന്നു. എക്സിന് ആദ്യം 0 ഇട്ട് കൊടുക്കുന്നു, വൈക്കോ എന്തിനു വേണമെങ്കിലും 0 ഇട്ട് കൊടുക്കും. ഇനിയിപ്പോ 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ തിരിച്ചു. അപ്പം നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എടുത്തേക്കുന്ന ഏതാ? x + 2y = 8 എന്നുള്ള ഇക്വേഷൻ അല്ലേ എടുത്തേക്കുന്നത്. അപ്പോ ഞാൻ ആദ്യം ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കാം. അപ്പൊ എക്സിന് 0 ഇട്ട് കൊടുത്താൽ വൈയുടെ വാല്യൂ എത്ര കിട്ടും? 4 അല്ലെ? ഇനി വൈക്ക് ഞാൻ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ? വൈക്കല്ല, വൈക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 8 കിട്ടും. രണ്ട് പോയിന്റ്സ് ആയല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തേതിലും പോയിന്റ്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം ഞാൻ ഈക്വേഷനകത്ത് വൈക്ക് ഞാൻ 0 ഇട്ട് കൊടുക്കാം. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? വൈക്ക് 0 ആണെങ്കിൽ എക്സും വൈയും ആണ്. വൈക്ക് 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 4. ഇനി അതുപോലെ തന്നെ തിരിച്ച് വാല്യൂസ് ഇട്ട് കൊടുക്കാം. എക്സിന് 0 ഇട്ട് കൊടുക്കാം. വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 കിട്ടും അല്ലേ? അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടേബിള് വരയ്ക്കാം. ടേബിൾ അല്ല, നമ്മുടെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. വേറൊരു കളറിൽ കൊടുക്കാം. ശരി, വലിയ ഗ്രാഫ് ആയിരിക്കും, 8 വരെയൊക്കെ വരുന്നത്. ഇനി നമ്മുടെ പോയിന്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്യണം. രണ്ട് സ്ഥലത്തും പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്ത് കൊടുക്കാം. എത്രയൊക്കെ എക്സിന്റെ മാക്സിമം വരുന്നത്? എത്ര? 8 അല്ലേ വരുന്നത്? അപ്പൊ ഇവിടെ ഇത് ഒറിജിൻ ആണ്, 0 0. ഇത് 1 അല്ലെ? 2 3 4 5 6 7 8. ഇനി വൈയില് എത്ര വരെ വരുന്നുണ്ട്? 4 6 വരെ വരുന്നുണ്ട് അല്ലേ? ടോട്ടൽ രണ്ടിനെ നോക്കണം കേട്ടോ നിങ്ങൾ. ഇതിനകത്ത് y 4 വരെ ഉള്ളൂ, പക്ഷെ ഇവിടെ 6 വരെ ഉണ്ട്. നമുക്ക് അതിനെ മാർക്ക് ചെയ്തേക്കാം. 1 2 3 4 5 6 പോയിന്റ്സ് എല്ലാം ആയല്ലോ. ഇനി നിങ്ങൾ അതെല്ലാം പ്ലോട്ട് ചെയ്യാം. 0 4 എന്ന് പറഞ്ഞാൽ എവിടെ വരത്തുള്ളൂ? ഇവിടെ വരത്തുള്ളൂ അല്ലേ? അപ്പൊ നമുക്കത് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പോയിന്റ് ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എത്ര? 8 0. ഇവിടെ 0 4. ഇതാണ് 0 4, ഇതാണ് 8 0. ഇപ്പൊ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുക. ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യും. ഇനി നമുക്ക് അതിന് പേര് കൊടുക്കുമല്ലോ. നമ്മൾ സാധാരണ എഴുതിയിട്ട് ഇതിന്റെ പേര് കൊടുക്കാറുണ്ടല്ലോ. പേര് കൊടുക്കാൻ ഞാൻ ഇവിടെ ആയിട്ട് എഴുതാം. പേരെന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ x + 2y = 8. x + 2y = 8 അത് നമ്മൾ വരച്ചു.
ഇനി അടുത്ത നമ്മൾ ഏതാ വരയ്ക്കണ്ടേ? അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമത്തെ ലൈൻ അല്ലേ? അപ്പൊ എത്ര വരും? 4 0 അല്ലേ? 4 0 എന്ന് പറഞ്ഞാൽ ഇതല്ലേ പോയിന്റ്? 4 0. അടുത്ത എത്രയാ? 0 6. അത് ഇതല്ലേ പോയിന്റ്? ഇതാണ് 0 6. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. ഇതിലൂടെ പാസ് ചെയ്യുന്ന രീതി വരയ്ക്കണം അല്ലേ? അപ്പൊ ഇതിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ, 4ലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലൈൻ വരച്ചു. ഓക്കെ, വരച്ചു. ഇനി നമ്മൾ ഇതിനും പേര് കൊടുക്കണം. അപ്പൊ അതിന്റെ പേരെന്താ? രണ്ടാമത്തെ പേര് എത്രയാ? 3x plus 2y. നമ്മൾ ഈക്വാലിറ്റി ഒന്നും കൊടുക്കരുത് കേട്ടോ. നമ്മൾ ഇനിക്വാലിറ്റി നമ്മൾ ഈക്വൽ ടു സൈൻ കൊടുത്തേക്കണം. ഇസിക്കൽ 12 ഇട്ട് കൊടുത്തല്ലോ. 3x plus 2y is equal to 12 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കണം അല്ലെ? എങ്ങനെയാണ്? നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെ? ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്തോട്ട് ഉണ്ടോ ഈ വാല്യൂസ് നമ്മുടെ സെഡിന്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. അപ്പോ നമുക്ക് ആദ്യം ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാം. ഫീസിബിൾ റീജിയൻ ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ, ഇതിൻ്റെ അകത്തോട്ടല്ല, സോറി, റിയലി സോറി, നിങ്ങൾ ഇങ്ങനെ രണ്ടെണ്ണം വരുന്ന കേസുകളൊക്കെ ഇല്ലേ? രണ്ടെണ്ണം വരുന്ന കേസുകളിൽ നിങ്ങൾ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ടാവും. അപ്പൊ ആ പോയിന്റും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ആ പോയിന്റും കൂടെ കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ കോർണർ പോയിന്റ്സ് കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇതിനകത്തോട്ട് x is equal to 0, y is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് x is equal to 0, y is equal to 0. ഞാൻ ഇതിനെ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാണ്. ഇത് 1, ഇത് 2. x is equal to 0, y is equal to 0 in 1. 1ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. അപ്പൊ എന്ത് കിട്ടും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞ് കിട്ടത്തില്ലേ? ഇത് ട്രൂ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ 0 ഉള്ള ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്യാം. ഏതാ? ഈ തന്നേക്കുന്ന ഇക്വേഷൻ ഏതാ? 1ലോട്ടല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പം x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫ് നിങ്ങൾ കണ്ടല്ലോ. അതുള്ള ലൈനിൽ നിന്ന് നിങ്ങൾക്ക് അറിയാലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നത്. അപ്പൊ ലൈൻ ഉൾപ്പെടെ നിങ്ങൾ താഴത്തോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? 0 ഉള്ള ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്യണം. അത് ട്രൂ ആണല്ലോ, അതുകൊണ്ടാണ് 0 ഉള്ള ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇനി വീണ്ടും എന്ത് ചെയ്യണം? രണ്ടാമത് സബ്സ്റ്റിറ്റ്യൂട്ട് x is equal to 0, y is equal to 0, x is equal to 0, y is equal to 0 into രണ്ടാമത്തേലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ അതോട്ട്. അപ്പൊ അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്താ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അപ്പം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? 0 ഉള്ള ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഈ ലൈനും 0 ഉള്ള ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? ഇനി നിങ്ങൾ നോക്കണം, കോമൺ ആയിട്ട് ഈ രണ്ട് ലൈനുകളുടെയും കോമൺ ആയിട്ടുള്ള ഷെയ്ഡഡ് റീജിയൻ ഏതാണെന്ന് നിങ്ങൾ നോക്കണം. ഈ രണ്ട് ലൈനുകളുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡഡ് റീജിയൻ ഏതാണെന്ന് നിങ്ങൾ നോക്കണം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കോമൺ ആയിട്ടുള്ള ഷെയ്ഡഡ് റീജിയൻ ഏത് മാത്രമാണ്. ഞാൻ വേണമെങ്കിൽ അതിന് മാത്രം ആയിട്ട് ഒരു ബ്ലാക്ക് കളർ കൊടുക്കാം. കോമൺ ആയിട്ടുള്ള ഷെയ്ഡഡ് റീജിയൻ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ്. രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഷെയ്ഡഡ് റീജിയൻ. കോമൺ ആയിട്ടുള്ള രണ്ടുപേരുടെയും ഷെയ്ഡഡ് റീജിയൻ ഏതാ? ബ്ലാക്ക് അല്ല, ഞാൻ DP കൊടുക്കുന്ന റീജിയൻ. ഇതല്ലേ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഷെയ്ഡഡ് റീജിയൻ. ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ കോമൺ ആയിട്ടുള്ള ഷെയ്ഡഡ് റീജിയൻ ഇതല്ലേ വരത്തുള്ളൂ. ഇതാണ് രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഷെയ്ഡഡ് റീജിയൻ. കാര്യം ഈ റീജിയൻ എടുക്കാൻ പറ്റത്തില്ല.
അതെന്തുകൊണ്ട് ആ റീജിയൻ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാര്യം ഈ റീജിയൻ കോമൺ അല്ല. രണ്ട് ഷെയ്ഡഡ് റീജിയനും കോമൺ ആയിട്ടുള്ള റീജിയൻ വരണം. ഇതൊരിക്കലും കോമൺ അല്ല. ഇതൊരിക്കലും കോമൺ അല്ല. കാര്യം ഇതിന്റെ അകത്ത് അതില്ല. അപ്പം ഈ രണ്ട് കൂട്ടരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ബി ഏരിയ ആണ്. ബി ഏരിയ ഇതാണ് അവരുടെ കോമൺ റീജിയൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉള്ള ഒരു മിസ്റ്റേക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് ക്ലിയർ ചെയ്തായിരുന്നു. ഒന്നുകൂടെ പറയാം. നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഗ്രാഫ് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കണം. ഇനി നെക്സ്റ്റ് നമ്മുടെ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ടാവും. ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഏതാണ് ആ പോയിന്റ്? ഏതാ? നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുമല്ലോ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഏതാണ്? ഇതാണ് ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. അപ്പൊ അത് കണ്ടുപിടിച്ചെടുക്കണം. മാത്രമല്ല കോർണർ പോയിന്റ്സിനെല്ലാം പേരും കൊടുക്കണം. അപ്പൊ ഞാൻ കോർണർ പോയിന്റ്സിനെല്ലാം പേര് കൊടുക്കാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ O, ഇതേതാ A, ഇതേതാ B, ഇതേതാ C. ഇതാണ് കോർണർ പോയിന്റ്സ് കേട്ടോ. ഇതൊക്കെയാ O, A, B, C. അപ്പൊ നമുക്ക് B കണ്ടുപിടിച്ചെടുക്കാം. B കണ്ടുപിടിച്ചെടുക്കാനായിട്ട് നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ. ആ രണ്ട് ഇക്വേഷൻസ് കൂടെ സോൾവ് ചെയ്താൽ പോരെ? ആ രണ്ട് ഇക്വേഷൻസ്, ഇത് ഈ ഇക്വേഷനും കൂടെ ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് 3x + 2y = 1. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് എന്ത്? x + 2y = 8. അപ്പൊ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കോർണർ ഈ പോയിന്റ് കിട്ടുമല്ലോ. അപ്പൊ രണ്ടും കൂടെ ഞാൻ സോൾവ് ചെയ്യാൻ പോണേ. x + 2y = 8, 3x + 2y = 12. ഇത് കുറച്ച് സിമ്പിൾ ആണ്. എന്താണെന്നറിയാം? ഈ രണ്ടിലും y ടേംസ് ഉണ്ട് കേട്ടോ, സെയിം ആ. അപ്പൊ രണ്ടുപേരും കൂടെ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇതിനെ ജസ്റ്റ് ഇക്വേഷൻ ഇതിന് വല്ല നമ്മൾ നേരത്തെ പേരെന്ത് കൊടുത്തായിരുന്നല്ലോ, 1 × 2 ഒന്നും കൊടുത്തായിരുന്നല്ലോ. അപ്പം ഞാൻ വേറെ ഒന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. 1 - 2 തന്നെ കൊടുത്താൽ ഞാൻ എഴുതാം. 1 - 2. 1 - 2 ചെയ്യാണ്. ഇവിടെ മൈനസ് വരും, ഇവിടെ മൈനസ് വരും, ഇവിടെ മൈനസ് വരും. ഇത് ക്യാൻസൽ ആയി പോകും. ഏതാ? ഇത് രണ്ടുപേരും ക്യാൻസൽ ആയി പോകും. ഇനി മിച്ചമുള്ള എന്താ? x - 3x. എത്ര വരും? -2x = 8 - 12 -4. ഇനി എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് അപ്പൊ എത്ര കിട്ടും? 2 കിട്ടും അല്ലെ? എക്സിന്റെ വാല്യൂ 2 കിട്ടിയില്ലേ? ഇത് നിങ്ങൾ എന്ത് ചെയ്തേക്കണം? ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തേ. അപ്പൊ എന്ത് കിട്ടും? 2 + 2y = എത്രയാ? 8. അല്ലെങ്കിൽ 2y = എത്ര വരും? ഇവിടെ 6 വരും. 6/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3 അല്ലെ? അപ്പൊ നമ്മുടെ കോർണർ പോയിന്റ് ബി കണ്ടുപിടിച്ചല്ലോ. ഏതാ കോർണർ പോയിന്റ് ബി? എത്രയാ? എക്സ് കോർഡിനേറ്റ് 2ഉം y കോർഡിനേറ്റ് എത്രയാണ്? 3. പോയിന്റ്സ് എല്ലാം ആയല്ലോ. ഇനി നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നമ്മുടെ ടാബുലർ കോളം എഴുതി കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെ ടാബുലർ കോളം? എങ്ങനെയാ? കോർണർ അല്ലെ? പിന്നെ ഇതുവരെ നമ്മൾ എഴുതിയ വാല്യൂ ഓഫ് z അല്ലെ? വാല്യൂ ഓഫ് z. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ അല്ലേ ഇന്നത്തെ നമ്മളോട് ചോദിച്ചേക്കുന്നത് മിനിമൈസ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഓരോ കോർണർ പോയിന്റ്സ് ആയിട്ട് എഴുതാം. 0, 0. എ എന്ന് പറയുന്ന കോർണർ പോയിന്റ് എത്രയായിരുന്നു? നോക്കാം. എ എന്ന് പറയുന്നത് 4, 0. അത് മാർക്ക് ചെയ്യാം. 4, 0. ഇനി ബി എന്ന് പറയുന്ന കോർണർ പോയിന്റ് മാർക്ക് ചെയ്താ 2, 3. എ ബി സി ഏതാ? എ സി ഒ എ ബി സി അല്ലേ? സി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 0, 4 അല്ലേ? 0. പിന്നെ ഇതിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസഡിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം കേട്ടോ. വാല്യൂസ് ഇസഡിലോട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ. ഇസഡിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് വന്നേക്കുന്നത്? -3x + 4y. -3x + 4y സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തേ. 0 -3 × 0 + 4 × 0. അപ്പൊ ആൻസർ എത്ര വരും? 0 വരും. അപ്പൊ അതുപോലെ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്ത് നോക്കിയേ. -3 × 4 അല്ലെ? +4 × 0. എത്ര ആൻസർ? -12. അപ്പൊ അടുത്ത നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കാം. നോക്കാൻ നേരത്തെ എത്ര വരും? -3 × 2 + 4 × 3. സിംപ്ലിഫൈ എത്ര ആൻസർ? 6 കിട്ടും. അടുത്ത 0, 4 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പൊ എത്ര കിട്ടും? -3 × 0 + 4 × 4. അപ്പൊ ആൻസർ എത്ര വരും? 16 വരും. കണ്ടോ? അപ്പോ നമുക്ക് ഇതിന്റെ അകത്തുള്ള ഏറ്റവും മിനിമം വാല്യൂ ഏതാ? 0 അല്ല കേട്ടോ, -12 അല്ല ഏറ്റവും മിനിമം. ഇതാണ് നമ്മുടെ മിനിമം വാല്യൂ. ഇതാണ് നമ്മുടെ എന്ത് വാല്യൂ? മാക്സിമം വാല്യൂ. അപ്പൊ ഇതാണ് മിനിമം, ഇതാണ് എന്ത്? മാക്സിമം.
അപ്പം നമുക്കത് ഫൈനലായിട്ട് നമ്മളത് എഴുതിയും വെക്കണം കേട്ടോ. എന്താണ് എഴുതി വെക്കേണ്ടത്? നമ്മൾ ഇങ്ങനെ എഴുതണം. hence required minimum value hence required minimum value of z is equal to എത്രയാ? -12 and it is attained at 4,0. നിങ്ങൾ എക്സാമിന് പ്രസന്റ് ചെയ്യുമ്പോഴേ ഇത് ഗ്രാഫൊക്കെ നല്ലപോലെ വരയ്ക്കണം കേട്ടോ. നല്ലപോലെ വരച്ച് ഇതുപോലെയൊക്കെ ഷെയ്ഡഡ് റീജിയൻസ് ഒക്കെ ഷെയ്ഡ് ചെയ്ത് മാത്രം കാണിക്കണം കേട്ടോ. ഷെയ്ഡഡ് റീജിയൻസ് മാത്രം ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. നിങ്ങൾ ഇതുപോലെ ലൈൻസ് വരയ്ക്കണമെന്നില്ല. ഷെയ്ഡഡ് റീജിയൻ മാത്രം ഇതുപോലെ നിങ്ങൾ പെൻസിൽ വെച്ച് ഇങ്ങനെ ഡാർക്കൺ ചെയ്ത് കാണിച്ചേക്കണം. ഷെയ്ഡഡ് റീജിയൻ മാത്രം. ഞാനിവിടെ ഷെയ്ഡഡ് റീജിയൻ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കാണിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് മാത്രം നല്ല രീതിക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് വരുവാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. സെയിം ടൈപ്പ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. മാക്സിമൈസ് ആണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പൊ z is equal to 5x plus 3y. ഇതാണ് ഇസഡിന്റെ വാല്യൂ. സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് ഇതൊക്കെയാണ്. 3x plus 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. അതുപോലെ തന്നെ 5x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അതുപോലെ തന്നെ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ തന്നെ വൈയും അതുപോലെ തന്നെ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇത് നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഇന്നത്തേക്ക് നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്തെ ഇതാണ്. സോൾവ് ദ ഫോളോയിങ് LPP ഗ്രാഫിക്കലി. നേരത്തെ തന്ന അതേ ഇത് തന്നെ. അപ്പൊ ഇതില് അവര് തന്നേക്കുന്ന മിനിമൈസ് ആണ് തന്നേക്കുന്നത് കേട്ടോ. മിനിമൈസ് ചെയ്യാം. z is equal to 3x plus 5y. Subject to constraints x plus 3y greater than or equal to 3. അതുപോലെ തന്നെ x plus y greater than or equal to 2. അതുപോലെ തന്നെ x ഉം y ഉം is greater than or equal to എന്താണ് 0. ഓക്കെ, ഈക്വൽ ടു കാണുമ്പോൾ എപ്പോഴും ഓർത്തോണം കേട്ടോ. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന ആ ലൈൻ ഇല്ലേ, ഏതാ നമ്മൾ നേരത്തെ വരച്ച ആ ഗ്രാഫ് ഒക്കെ വരച്ച ലൈൻ ഇല്ലേ, ഈ ലൈൻ ഇത് സോളിഡ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ് കേട്ടോ. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ വരും. ഇനി അങ്ങനല്ല, ഗ്രേറ്റർ ദാൻ എന്നോ ലെസ് ദാൻ എന്നോ കണ്ടാൽ ഓർത്തോണം ഈ ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ലൈനായിട്ടാ വരയ്ക്കാവുള്ളൂ? ഡോട്ടഡ് ലൈൻ. ഏത് ലൈനാ? ഈ ലൈനും ഇതൊക്കെ എന്തായിരിക്കണം? ഡോട്ടഡ് ലൈൻസ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന് എന്ത് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്? മിനിമൈസ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? ഫസ്റ്റ് ആ രണ്ട് ഇക്വേഷൻസും എന്ത് ചെയ്തെടുക്കാം? സോൾവ് ചെയ്യാം. ഞാനത് ആദ്യം ഇവിടെ എഴുതുവാണ്. എക്സ് പ്ലസ് ഇൻഇക്വാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കി എഴുതുക. ഇസ് ഈക്വൽ ടു 3. ടാബുലർ കോളം മാർക്ക് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2. അതും മാർക്ക് ചെയ്യാം. എന്നിട്ട് എക്സിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. എക്സിന് വാല്യൂ ആദ്യം ഇപ്പൊ എക്സ് വൈ ആണെന്ന് വിചാരിക്കാം. എക്സിന് നിങ്ങൾ ആദ്യം 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര? 1 അല്ലെ? എക്സ് 0 ഇട്ട് കൊടുത്താൽ വൈയുടെ വാല്യൂ 1 അല്ലേ? ഇനി വൈയുടെ വാല്യൂ 0 ഇട്ട് കൊടുത്താൽ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 3 കിട്ടി. ഇനി ഇവിടെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. എക്സ് വൈ, എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2. ഇനി വൈയുടെ വാല്യൂ 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര? 2. രണ്ടും നിങ്ങൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഗ്രാഫ് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഫിസിബിൾ റീജിയൻ കണ്ടുപിടിച്ചെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഇവിടെ വരയ്ക്കാം.
ഇവിടെ ഇവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി പോയിന്റ്സ് ഒക്കെ നമുക്ക് വേറൊരു വെച്ച് മാർക്ക് ചെയ്യാം. ഇത് 0 0 അല്ലെ. പിന്നെ ഏതൊക്കെയുള്ള 1 2 3 ഇങ്ങോട്ട് നമുക്ക് അത്രയും അല്ലേ വരുന്നുള്ളൂ. വൈയിൽ അത്രയും പോലും വരുന്നില്ല അല്ലെ. നമുക്ക് 1 2 ഇത്രയല്ലേ വരുന്നുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് പോയിന്റ്സ് ഓരോന്നോരോന്ന് എടുക്കാം. ഇപ്പൊ x0 y1 x0 y1 അപ്പൊ ഏതാ ഉള്ളത്? ഇതല്ലേ. ഇതാണ് ആദ്യത്തെ പോയിന്റ് അല്ലെ. 0 1 ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എത്രയാ? 3 0. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് 3 0. ഇത് നമ്മൾ കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കാം. നമുക്ക് റെഡ് കളർ ഉപയോഗിച്ച് വരയ്ക്കാം. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഇതിലൂടെ ഓക്കെ വരച്ചു. ഇതിന്റെ പേരും കൂടെ നമ്മൾ കൊടുത്തേക്കണേ. എക്സ് പ്ലസ് 3y ഇസ് ഈക്വൽ ടു 3. ഇനി അടുത്ത് എക്സ് പ്ലസ് 3y അടുത്ത ഇത് വേണമല്ലോ. എക്സ് പ്ലസ് വൈ എന്നുള്ളതല്ലേ. അപ്പൊ അതിന്റെ പോയിന്റ്സ് ഏതൊക്കെയാ? ഇത് എക്സാക്ട്ലി പോയിന്റിലൂടെ അല്ല പാസ് ചെയ്തേക്കുന്നത്. മാറ്റി വരയ്ക്കാം. ഏതായാലും നമ്മൾ പറഞ്ഞ 1 0 അല്ല ആദ്യത്തെ പോയിന്റ്. കറക്റ്റ് ആയില്ല. ഓക്കെ. ഇതിന്റെ പേരും കൂടെ നമ്മൾ കൊടുത്തേക്കാം. പേരെന്ന് പറയാൻ നേരത്ത് എക്സ് പ്ലസ് 3y ഇസ് ഈക്വൽ ടു എത്രയാണ്? 3. ഇനി അടുത്തത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2. അതിന്റെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0 2 2 0. അപ്പൊ ഇതല്ലേ പോയിന്റ്. ഇതാണ് ആദ്യത്തെ പോയിന്റ് അല്ലേ. ഇത് എത്ര വരും? 0 2. ഇത് എത്രയാ? 2 0. നമ്മളത് ലൈൻസ് വരയ്ക്കും. നേരത്തെ വരച്ച പോലെ തന്നെ വരയ്ക്കും. വരച്ചു. ഇനി അതിന് നമ്മൾ അതുപോലെ തന്നെ പേര് കൊടുക്കണം. അപ്പൊ എത്രയാ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എത്രയാ? 2. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ഫീസിബിൾ റീജിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഓൾറെഡി ക്ലിയർ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് കേട്ടോ. എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 വൈ ഇസ് ഈക്വൽ ടു 0 ഇൻ 1 and 2 ഉണ്ടോ? ഇതാണ് 1, ഇതാണ് 2. ഓക്കെ. അപ്പൊ നിങ്ങൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് 0 പ്ലസ് 3 into 0 0 അല്ലേ. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു വരും. ഇത് റോങ് ആണ്. റോങ് എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഉള്ള പോയിന്റിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ. എക്സ് പ്ലസ് 3y എന്ന് പറയുന്ന ലൈൻ കണ്ടല്ലോ. ഒറിജിൻ ഇല്ലാത്ത ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്യും. ഇവിടുന്ന് ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? ഇനി അടുത്ത ഏതാ? അടുത്തതിനകത്ത് ഇട്ട് കൊടുക്കുക. 0 പ്ലസ് 0 0 0 ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ അതും റോങ് ആണ്. അപ്പം അതും നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതില്ലാത്ത ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്യണം. ഇതല്ലേ അല്ലേ? 0 ഉള്ള ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്ത് കേട്ടോ. 0 നിങ്ങൾ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ട്രൂ വരുവാണെങ്കിൽ ഒറിജിൻ ഉള്ള ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്യണം. ട്രൂ വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിൻ ഇല്ലാത്ത ഭാഗത്തോട്ട് ഷെയ്ഡ് ചെയ്യണം. ഒറിജിൻ ഇല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇതല്ലേ. വേറെ ഇങ്ക് വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അത് പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് നോക്കാമെന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്കിത് ഉപയോഗിച്ച് വരയ്ക്കാം. ഇവിടെ നമുക്ക് വരത്തില്ല. കാര്യം ഇവിടെ ക്വാഡ്രന്റ് ആ ഒരു ക്വാഡ്രന്റിൽ നിൽക്കത്തുള്ളൂ. ഉണ്ടോ? അപ്പൊ വന്നില്ലേ. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്താ? നമ്മുടെ കോമൺ ആയിട്ടുള്ള റീജിയൻ നോക്കണം. കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഏത് വരും? ഇവർ രണ്ടുപേരും ഈ നിങ്ങൾ നോക്കി ഈ രണ്ട് കളറുകളും കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാ? ഇതാണോ? അല്ല, അതൊരിക്കലും അതില്ല. ഇത് വരുമോ? ഇല്ല. ഇവിടെ റെഡ് ഇല്ലല്ലോ. ഇവിടെ റെഡ് ലൈൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പൊ നോക്കി ഈ ഗ്രീൻ ലൈൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ രണ്ടുപേരും ഉള്ള ഒരേ ഒരു റീജിയനേ ഉള്ളൂ. അത് ഏത് റീജിയനാ? ഞാൻ വേണമെങ്കിൽ അതൊരു ഹൈലൈറ്റർ ഉപയോഗിച്ച് ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇത് രണ്ടുപേരും ഉള്ള റീജിയൻ ഇതാണ്. ഇവിടെ നിന്ന്
ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റീജിയൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റീജിയൻ, ഈ റീജിയൻ, ഈ റീജിയനാണ് രണ്ടുപേരും ഉള്ള റീജിയൻ. ഈ റീജിയനാണ് രണ്ടുപേരും ഉള്ള റീജിയൻ. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻസിലൊക്കെ ഉപയോഗിച്ചേ നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറെ ലൈൻസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇട്ടാൽ മതി. എനിക്ക് വരച്ച പോലെയൊക്കെ കുറച്ചുകൂടെ ഇതായിട്ട് നിങ്ങൾക്ക് ചുമ്മാ പെൻസിൽ വെച്ച് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ആരോസ് ഒന്നും ഇടണമെന്നില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ലൈൻസ് ആയിട്ട് മാത്രം, ആരോസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ചിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ റീജിയൻ. ഇതാണ് നമ്മുടെ ഫിസിബിൾ റീജിയൻ. ഫിസിബിൾ റീജിയൻ കിട്ടിയുണ്ടോ? ഇതാണ് നമ്മുടെ ഫിസിബിൾ റീജിയൻ. അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, കോർണർ പോയിന്റ്സ് എടുക്കണം അല്ലെ. കോർണർ പോയിന്റ്സ് എടുക്കാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം പോയിന്റ്സ് ഒക്കെ തോന്നും. ഒരു കോർണർ പോയിന്റ് കിട്ടിയാൽ മതി. ഒരു കോർണർ പോയിന്റ് നമുക്കറിയാം, ഏതാ ഈ പോയിന്റ്, ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, 30 ആണല്ലോ. ഒരു പോയിന്റും അറിയാം 02 ആണെന്നറിയാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു കോർണർ പോയിന്റ് മാത്രമാണ്. നിങ്ങൾ കണ്ടോ ആ കോർണർ പോയിന്റ് മാർക്ക് ചെയ്ത് കണ്ടോ നിങ്ങൾ? ഇത് ഇവിടെ ഞാനിപ്പോ ഈ വൈറ്റ് കളറിൽ മാർക്ക് ചെയ്ത ആ ഒരു കോർണർ പോയിന്റ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് ഇക്വേഷനുകൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. അപ്പോ എക്സ് പ്ലസ് 3y = 3. കാര്യം ഈ രണ്ട് ലൈനുകളെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണല്ലോ. അപ്പൊ അടുത്ത എത്രയാണ്, എക്സ് പ്ലസ് വൈ = 2. ഇപ്പൊ രണ്ടുപേരെയും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 1 - 2 അല്ലെ, 1 - 2 നിങ്ങൾ ചെയ്യാം. അപ്പൊ ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും, ഇത് ക്യാൻസൽ ആയി പോകും. അപ്പൊ 3y - y, ഇവിടെ മൈനസ് വരുന്നില്ല. 3y - y എത്രയാണ്, 2y. 2y = എത്ര വരും, 1 വരും. 3 - 2 എത്ര, 1 അല്ലേ വരുന്നത്. y എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്, 1/2 എന്ന് പറഞ്ഞു കിട്ടും അല്ലെ. 1/2 എന്ന് പറഞ്ഞു കിട്ടത്തില്ലേ. y യുടെ വാല്യൂ 1/2. y യുടെ വാല്യൂ 1/2 ആണെങ്കിൽ x ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാമല്ലോ. y യുടെ വാല്യൂ 1/2 ആണെങ്കിൽ x ന്റെ വാല്യൂ എന്ത് വരും, സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക, കോമ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1. അപ്പൊ എന്ത് കിട്ടും, x പ്ലസ് y അല്ലേ. അപ്പം x പ്ലസ് 1/2 = 2 അല്ലെ. ഇതിനെ സിംപ്ലിഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 - 1/2. അപ്പൊ എത്ര കിട്ടും, 3/2. 3/2 എന്ന് പറഞ്ഞു കിട്ടത്തില്ലേ. x ന്റെ വാല്യൂ എത്രയാണ്, 3/2. അപ്പൊ നമുക്ക് പോയിന്റ്സ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തേക്കാം. നമുക്കത് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഇത് O അല്ലെ. ഇത് നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് A എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. ഇത് B അല്ലെ. ഇനി ഇത് ഏതാ ഉള്ളേ, C. പോയിന്റ്സ് എല്ലാം ആയില്ലേ, O A B C. അപ്പോ ഇത് ഏത് പോയിന്റാ, B എന്ന് പറയുന്ന പോയിന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാ, 3/2 1/2. ഇനി അവര് പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ ചെയ്യാം. എന്ത് ചെയ്യണം, നമ്മളെ നേരത്തെ എഴുതാറുള്ള പോലെ തന്നെ നമ്മുടെ കോർണറും അതുപോലെ തന്നെ വാല്യൂ ഓഫ് z കണ്ടുപിടിക്കാം. കോർണർ അതുപോലെ തന്നെ വാല്യൂ ഓഫ് z. അപ്പൊ കോർണർ O നമ്മുടെ ഉണ്ടല്ലോ, 0 0 അല്ലെ. പിന്നെ ഏതൊക്കെയാ പോയിന്റ്സ്, ഏതൊക്കെയാണ് അടുത്ത്, O ഉണ്ട്, A 30 അല്ലേ. അപ്പം A 30. ഇനി ഏതാ ഉള്ളത്, B ആണോ, B എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലോ, 3/2 1/2. B എന്ന് പറഞ്ഞാൽ 3/2 1/2. പിന്നെ C ഉണ്ട് അല്ലെ, C എത്ര വരുന്നത്, 0 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഏതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം, നമ്മുടെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ മിനിമൈസ് ചെയ്യേണ്ടത് ഏതാ, z = 3x + 5y അല്ലെ. 3x + 5y അല്ലേ. അപ്പൊ ഇതിന്റെ അകത്തോട്ട് നിങ്ങൾ ആദ്യം x ന് 0 ഇട്ട് കൊടുക്കുക, y ക്ക് 0 ഇട്ട് കൊടുക്കുക. ആൻസർ എത്ര ഇടും, 0. ഇനി x ന്റെ അകത്തോട്ട് നിങ്ങൾ 3 ഇട്ട് കൊടുക്കുക, y ക്ക് എന്തിട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. അപ്പൊ x ന്റെ വാല്യൂ എത്ര വരും, നമുക്ക് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അതായത് 30 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, ഞാൻ ഇവിടെ എഴുതാം. 3 × x ന്റെ വാല്യൂ 3 അല്ലേ, മറ്റേ 0 ആണ്. അപ്പൊ 3 × 3 9 വരും. ഇനി അടുത്ത് 3/2 1/2.
3/2 1/2. അപ്പോ 3/2 1/2 വരാൻ നേരത്ത് എത്ര വരും? 3/2 1/2 വരാൻ നേരത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. എക്സിന് 3/2 ഇട്ട് കൊടുക്കുക, വൈക്ക് എന്തിട്ട് കൊടുക്കുക? 1/2 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 14/2 എന്ന് പറഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. അതിന്റെ ആൻസർ അപ്പൊ നിങ്ങൾ ഇതിൽ എത്ര ഇടും? 7 കിട്ടും. ഇനി അടുത്തത് നമ്മൾ അടുത്ത പോയിന്റ് ഇട്ട് കൊടുക്കുക, 0.2 ഇട്ട് കൊടുക്കുക. 0.2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 3 into 0 plus 5 into 10. ഇവിടെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത ഈ പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്യരുത് കേട്ടോ. 0 എന്നുള്ള ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാല് അതൊരിക്കലും എന്തിലുള്ളതല്ല, ഷെയ്ഡ് റീജിയനിലുള്ളതല്ല. അതെന്റെ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാൻ ഒരിക്കലും അത് 0 ഇവിടെ ആഡ് ചെയ്യരുതായിരുന്നു. 0 നമ്മുടെ കോർണർ പോയിന്റ് അല്ല. നമ്മുടെ കോർണർ പോയിന്റ് എന്ന് പറയുന്നത് ഏതൊക്കെ വരത്തുള്ളൂ? A B C മാത്രമേ വരത്തുള്ളൂ കേട്ടോ. എന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ഒന്ന് എന്റെ മിസ്റ്റേക്ക് ഒന്ന് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തേക്കണേ. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ അത് എഴുതരുത്. 0 എന്നുള്ള പോയിന്റ് എഴുതരുത്. കാര്യം അതൊരിക്കലും എന്ത് പോയിന്റ് അല്ല, കോർണർ പോയിന്റ് അല്ല. ഏതൊക്കെ കോർണർ പോയിന്റ് ഉള്ളൂ? A B C മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാ നിങ്ങൾ നോക്കണം. ഇതിൽ ഏറ്റവും മിനിമം വരുന്ന വാല്യൂ ഏതാ? 7 അല്ലേ വരുന്നത്? ഇതിൽ ഏറ്റവും മിനിമം വരുന്നത് 7 ആണ്. മാക്സിമം വരുന്നത് എത്ര? 10 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ മിനിമം വരുന്ന വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം മിനിമം വരുന്ന വാല്യൂ 7 ആണ്. അപ്പൊ നമുക്ക് എന്തും പറഞ്ഞ് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. 7 വരുന്ന ഇതിന്റെ അകത്തല്ലേ? അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹെൻസ് minimum value of z is equal to എന്താ? 7 and it is attained, hence it is attained at എവിടെ? 3/2, 1/2. ഓക്കെ, ക്ലിയർ ആണല്ലോ ഐഡിയ? നിങ്ങൾ എന്റെ മിസ്റ്റേക്ക് ഉള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. 0 എന്നുള്ള പോയിന്റ് ആഡ് ചെയ്തത് കേട്ടോ. കാര്യം അത് ഒരിക്കലും നമ്മുടെ റിക്വയർഡ് പോയിന്റ് അല്ല കേട്ടോ. സോ താങ്ക് യു.